മൂത്രം ഒഴിക്കാനെങ്കിൽ ഈ മണ്ഡലത്തിൽ എവിടെ ഇട്ടിട്ടുണ്ടോ? സിമ്പിളായിട്ടാണ് ചോദിച്ചത്. എന്നുവെച്ചാൽ അവന്റെ വീട്ടിൽ പേടിച്ചിരിക്കുമ്പോൾ മൂത്രം ഒഴിക്കാൻ ട്യൂബ് വഴി പോട്ടെ എങ്കിലും ഒരു പൈപ്പ് ഇരിക്കട്ടെന്ന് വിചാരിച്ചിട്ടോ? 625 കോടിയുടെ പദ്ധതി ഈ മണ്ഡലത്തിൽ നടക്കും. നാടായ പൈപ്പിടല്ലേ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി. ചെങ്ങന്നൂരിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, അല്ല കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, കേന്ദ്ര വിഹിതമുണ്ട്. ബിജെപിക്കാർ പറയുന്നത് നിങ്ങളുടെ കേന്ദ്ര വിഹിതം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചോന്ന് പോകുന്ന ടാക്സിനകത്ത് നിങ്ങൾ 10-20% തരുന്നുണ്ട്. പക്ഷെ ഇവിടെ നടപ്പാക്കുന്ന പദ്ധതിയിൽ ഒരു 80% കിഫ്ബി സ്റ്റേറ്റ് ഗവൺമെന്റ് പണമാണ്. പൈപ്പ് ലൈനിന് മാത്രമാണ് നിങ്ങളുടെ കുറച്ച് പണം. എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് സംസ്ഥാനത്തിന് സാമ്പത്തികമായി സഹായിക്കേണ്ട ജോയിന്റ് പ്രോജക്റ്റ് അല്ലേ? ഈ ജോയിന്റ് പ്രോജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി എല്ലാ മണ്ഡലം നടക്കുന്നു. ഈ മണ്ഡലം നടക്കുന്നു. ഗ്യാസ് ലൈൻ എന്തായാലും നമ്മുടെ നാടിന്റെ സ്ഥിതി ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചു. ഇന്ന് നമ്മുടെ വീടുകളിലേക്ക് നേരിട്ട് പൈപ്പ് വഴി ഗ്യാസ് വരില്ലേ? അത് വരുന്ന സംവിധാനത്തിൽ എത്തിയില്ല. ഇപ്പൊ ആലപ്പുഴ ടൗണിലൊക്കെ ആയി കഴിഞ്ഞു. 1 വർഷത്തിനുള്ളിൽ നമ്മുടെ വീടുകളിലടക്കം പൈപ്പ് വരും. ഒന്ന് തിരിച്ചാൽ മതി, അപ്പക്കത്ത് നടക്കത്തില്ലെന്ന് പ്രതീക്ഷയല്ലേ? മലയോര ഹൈവേ നിങ്ങൾ പുനലൂർ പത്തനാപുരം റോഡിൽ സഞ്ചരിക്കൂ. നമ്മുടെ തൊട്ടടുത്താണ്. ഇത്ര മനോഹരമായ മലയോര ഹൈവേ നിർമ്മിച്ചിരിക്കും, പണിതുകൊണ്ടിരിക്കുകയല്ലേ? UDF കാലത്ത് മലയോര ഹൈവേ പറ്റി സ്വപ്നം കണ്ടിട്ടുണ്ട്. തീരദേശ ഹൈവേ അതിനുവേണ്ടിയുള്ള സ്ഥലമേറ്റെടുത്ത് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ തിരുവനന്തപുരത്തെ പോർട്ട്, വിഴിഞ്ഞ പോർട്ട്, ഞങ്ങളൊക്കെ അതിനു വേണ്ടി ഒരുപാട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആ വിഴിഞ്ഞം പോർട്ടിൽ എഗ്രിമെന്റ് ഒപ്പിട്ടേച്ച് പോയ പോക്കല്ലേ? എഗ്രിമെന്റിൽ തന്നെ പ്രശ്നമുണ്ട്. എന്നാലും ആ പോർട്ട് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടിയുള്ള 6600 കോടി രൂപ മുഴുവൻ പണവും സംസ്ഥാന ഗവൺമെന്റാണ് കൊടുക്കുന്നത്. ഓർത്തോണം, BJPയുടെ നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോ വിഴിഞ്ഞം പോർട്ട് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞു കളയരുത്. 900 കോടി രൂപ നിങ്ങൾ തരേണ്ടതിൽ ആ 900 കോടി രൂപ നിങ്ങൾ തരില്ല എന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഗ്രാന്റായി തരാം, തിരിച്ചടയ്ക്കണം. കേരളത്തിലെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞത്തും 100 കിലോമീറ്റർ ദൈർഘ്യത്തിൽ കേരളത്തിന്റെ വൻപിച്ച വികസന കുതിപ്പുണ്ടാകുന്ന വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാവില്ലേ? ശബരിമല എയർപോർട്ട് സ്ഥലമേറ്റെടുക്കൽ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയല്ലേ? നമ്മുടെ നാട്ടിലെ പീഡബ്ല്യൂ റോഡുകൾ, ഈ MC റോഡ് നോക്കൂ. ഈ MC റോഡ് നമ്മുടെ ഗവൺമെന്റ് വന്നതിന് ശേഷമല്ലേ ചെങ്ങന്നൂരോട്ട് 100 കോടിക്ക് ഇപ്പൊ ഇവിടുന്ന് വീണ്ടും അങ്കമാലിക്ക് പുതിയ റോഡ് വീണ്ടും പണിയല്ലേ? എല്ലാ റോഡും അന്താരാഷ്ട്ര നിലവാരത്തിൽ BMNBCയിലേക്ക് മാറ്റിയില്ലേ? സ്വപ്ന പദ്ധതികളല്ലേ നടക്കുന്നത്? ആരോഗ്യ രംഗത്ത് എത്ര വലിയ മാറ്റം ആരോഗ്യ രംഗത്തുണ്ടായി. 17,000-ഓളം ആളുകളെ പുതിയതായിട്ട് നിയമിച്ചില്ലേ? ഡോക്ടർമാരെ, നഴ്സുമാരെ, കമ്പൗണ്ടർമാരെ എല്ലാം നിയമിച്ചില്ലേ? വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസം എത്ര മാറ്റം വന്നു. 10-12 ലക്ഷം എത്ര സ്കൂൾ. ഞാൻ ഇന്നലെ നമ്മുടെ കോഴിക്കോട്ടെ പ്രദീപിന്റെ മറ്റേ സ്കൂള് ഓർമ്മശക്തി വട്ടപ്പുറം നടക്കാവ് സ്കൂളിൽ ഇന്നലെ ഉദ്ഘാടനം ഉണ്ടായിരുന്ന ഒരു പരിപാടി നമ്മുടെ വകുപ്പിന്റെ. ആ സ്കൂൾ പൂട്ടാൻ പോയ സ്കൂളല്ലേ? ആ പൂട്ടാൻ പോയ സ്കൂള് പ്രിസം MLA-യുടെ പ്രിസം ഗവൺമെന്റ് പ്രിസം പ്രോജക്റ്റിനകത്ത് ഉൾപ്പെടുത്തി അവിടുത്തെ MLA ആയിരുന്ന CPM നേതാവ് പ്രദീപിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ പോയി ആ സ്കൂൾ കാണണം കേട്ടോ. കേരളത്തിലെ നമ്പർ 1 സ്കൂൾ. ഈ യൂറോപ്പിൽ പോലും എത്താൻ നല്ല സ്കൂളില്ല, യൂറോപ്പിൽ പോലും. അതാണ് നമ്മൾ പറഞ്ഞത്, വിദേശ രാജ്യത്തൊക്കെ പോയി വരുമ്പോൾ അവിടെയാണ് നല്ല സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ല സ്കൂളാണ് ഈ പറഞ്ഞ സ്കൂള്. സാര കാര്യമാണോ? നമ്മുടെ നാട്ടിലെല്ലാം മാറുകയല്ലേ? വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത് എന്തുമാത്രം സംരംഭങ്ങൾ നമ്മുടെ കേരളം തുടങ്ങി. ലക്ഷക്കണക്കിന് ജോലി കൊടുക്കുന്ന സംരംഭം കേരളം തുടങ്ങിയില്ല, തുറന്നുകൊണ്ടിരിക്കുകയല്ലേ? വ്യവസായ ഇടനാഴിക, അതിനുവേണ്ടി എത്ര ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു ചെറിയ വകുപ്പ് ഫിഷറീസ്. ഇപ്പൊ ഞങ്ങൾ 2 അവാർഡ് കഴിഞ്ഞു. ഈ കേരളത്തിലെ ചരിത്രം ആദ്യമായിട്ട് കിട്ടിയതാണ്. ഏറ്റവും ബെസ്റ്റ് മറൈൻ സ്റ്റേറ്റ്. ആ മറൈൻ സ്റ്റേറ്റ് ഈ പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റ് BJP ഗവൺമെന്റ് ആയിരുന്നു. തരാതിരിക്കാൻ പറ്റില്ല, കാരണം നന്നായി പ്രവർത്തിച്ചു. ബെസ്റ്റ് മറൈൻ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളം. ഈ വർഷം കേരളത്തിന് ലഭിച്ചു. ബെസ്റ്റ് മറൈൻ ഡിസ്ട്രിക്ട് ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിൽ കൂട്ടി നമ്മളിപ്പോൾ അവാർഡ് പോയി മേടിച്ചല്ലോ. കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന എല്ലാ പുരസ്കാരവും സംസ്ഥാനത്തല്ലേ കിട്ടുന്നത്. കാരണം അതുപോലെ പ്രവർത്തിക്കുകയാണ്. അതുപോലെ വികസനമല്ല കേരളത്തിൽ നടക്കുന്നത്. അതായത് സ്വപ്നം കണ്ട പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നു. ഈ വികസനത്തെ മുഴുവൻ തുറക്കം വെച്ചല്ലേ? ഇപ്പൊ കേരളയിൽ തുറക്കം വെച്ചില്ലേ? എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ കേരളയിൽ വന്നപ്പോ കല്ലിട്ടു.
ചെങ്ങന്നൂർ മണ്ഡലത്തിൽ 100ഓളം വീട്ടുകാരെയാണ് കേരളയിൽ വന്നാൽ ബാധിക്കുന്നത്. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ 1,00,000 വീടുണ്ടെന്ന് വിചാരിക്കുക, ഏറ്റവും കുറഞ്ഞു, അല്ലെങ്കിൽ 80,000 വീട് എന്തായാലും കാണും. 80,000 വീട്ടിൽ 100ഓളം വീടുകൾ. നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാ. ആ 100 വീട്ടുകാരെ അനാഥരായില്ല. നാഷണൽ ഹൈവേ പണിതപ്പോൾ എത്രായിരം വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചു. അവരെല്ലാം പുനരധിവസിപ്പിച്ചു. നല്ല വില കൊടുത്ത് സ്ഥലം ഏറ്റെടുത്തു. കേരളയിൽ വന്നാൽ ഈ 100 വീട്ടുകാരെ പുനരധിവസിപ്പിക്കുമെന്ന് ഗവൺമെന്റ് പറഞ്ഞു. ആ കേരളയിൽ വന്നാൽ തിരുവനന്തപുരം, കൊല്ലം, ചെങ്ങന്നൂർ സ്റ്റേഷനാണ് 3ാമത്തെ സ്റ്റേഷൻ. എന്താ ഇവിടെ നടന്ന പുകില്? ഈ ചെങ്ങന്നൂരിൽ SUCI എന്ന് പറയുന്ന SUCI ഏതാ സാധനം എന്ന് എനിക്കറിയില്ല. ഒരു സാധനമുണ്ട് ഇവിടെ കേൾക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പാട്ടപ്പിരിവായിട്ടുള്ളത് SUCI വരുന്നുണ്ട്. പിന്നെ ഒരു 5-8 ആളുകൾ എല്ലാം കൂടെ ചേർന്ന് പെരളശ്ശേരിയിലെ ഒരു 5-6 വീട്ടുകാർ. പിന്നെ അങ്ങോട്ട് പോയാൽ അത് കൊടുവല്ലൂർ വരെ എല്ലാം കൂടെ 10, 25, 30 വീട്ടുകാരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അത് സമ്മതിച്ചു. ഈ കേരളയിൽ വരട്ടെ, ഞങ്ങളുടെ ഭൂമി കൊടുക്കാം. അപ്പോഴാണ് ഒരു ദിവസം പത്രസമ്മേളനം നടക്കുന്നത്. സജി ചെറിയാന്റെ വീടിന്റെ മണ്ടക്കൂട് വന്ന കേരളയിൽ ഇങ്ങനെ വളച്ച് തെക്കോട്ട് മാറ്റി വടക്കോട്ട് തിരിച്ചു യൂട്ടേൺ അടിച്ചപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, എന്റെ മണ്ടക്കൂടെ നെഞ്ചത്തോടെ ധാരം പെട്ടി ഈ സന്തോഷം. കാരണം ഈ ഭൂമി വീട് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ, ഞാൻ ചത്ത് കഴിഞ്ഞാൽ പിന്നെ ധാരം വിടാം. 3 പിള്ളേരെ കെട്ടിച്ച് വിടാൻ പോകും. പിന്നെ നീന്ത ആർക്കുണ്ടാക്കി വെക്കാം. അപ്പൊ സജി ചെറിയാന്റെ വീടിന്റെ വീട് വന്നു. പിന്നെ ചേട്ടന്റെ വീടിന്റെ വീട് വന്നു. പിന്നെ MH റഷീദിന്റെ വീട് മുളക്കല വന്നപ്പോൾ നേരെ വന്ന് തിരിഞ്ഞ് പഞ്ചായത്ത് ഓഫീസിന്റെ പുറകെ കൂടെ വന്ന് MH റഷീദിന്റെ വീടിന്റെ മണ്ടക്കൂടെ കയറി. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ആ പാവങ്ങൾ കൊണ്ട് അളന്നിട്ട കല്ല് മുഴുവൻ ഊരി. രാഷ്ട്രീയം വേണം, രാഷ്ട്രീയം വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വികസനം വരുമ്പോൾ രാഷ്ട്രീയം മാത്രം നോക്കിയാൽ മതിയോ? ഈ കേരളയിൽ വരുന്നതിന് ഗുണം എന്താണ്? നിങ്ങൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യണം. ലോകത്തെ ഏറ്റവും വലിയ ഹൈസ്പീഡ് റെയിലുള്ള ചൈനയിലാണ്, പിന്നെ ജപ്പാനിലാണ്, പിന്നെ കൊറിയയിലാണ്. ഇന്ന് ചൈനയിൽ ഉള്ള ഏറ്റവും വലിയ ഹൈസ്പീഡ് റെയിലിന്റെ സ്പീഡ് എത്ര അറിയാം? 650 കിലോമീറ്റർ സ്പീഡ്. 650 കിലോമീറ്റർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കാസർഗോഡ് വരാൻ 1 മണിക്കൂർ വേണ്ട. ഞെട്ടിപ്പോവാണ്. ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് കാസർഗോഡ് ചെല്ലോ. കോൺഗ്രസ്സുകാരോട് വരാൻ പറഞ്ഞാൽ ഇപ്പൊ മൈക്ക് വെച്ച് നമ്മളെ ചീത്ത വിളിക്കും. ഭ്രാന്തല്ലേ ഒന്മാർ എന്ന് പറയുന്നുണ്ട്. മാർസിസ്റ്റുകാർക്ക് ഭ്രാന്തല്ലേ? ഞങ്ങൾ പഠിച്ചിട്ടാ പറയുന്നത്. ഇവിടെ നിന്ന് ഇവിടെ നിന്നല്ല, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് ചെല്ലാൻ 1 മണിക്കൂർ വേണ്ട. 1 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് കാസർഗോഡ് ചെല്ലുന്ന ഒരു റെയിൽ സംവിധാനമല്ല നമ്മൾ ആഗ്രഹിച്ചത്. ഒരു സെമി ഹൈസ്പീഡ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് 4 മണിക്കൂർ ആയിക്കോട്ടെ. ആ ഒരു റെയിൽ സംവിധാനം വരണ്ടേ? നമ്മുടെ നാടുകൾ, നമ്മുടെ കേരളം വികസിച്ചല്ലോ, മാറ്റം വന്നല്ലോ. നമ്മുടെ വീടുകളിലെല്ലാം ഇന്ന് വണ്ടികളാണ്. ഒരു സ്കൂട്ടറെങ്കിലും ഇല്ലാത്തൊരു വീടിന്റെ പേര് പറയാമോ? ആരുടെയും കുറ്റമല്ല. ഒരു വണ്ടി വേണം, ഉടനെ ലോൺ കിട്ടും, ഉടനെ എടുക്കും. ഈ വണ്ടിയെല്ലാം കൂടെ നമ്മുടെ റോഡിൽ ഇറങ്ങി ഓടുമോ? അടുത്ത ഒരു 25 വർഷത്തേക്ക് സ്വപ്നം കാണണ്ടേ കേരളത്തെ പറ്റി? നമ്മളൊക്കെ മരിച്ചു പോകും. 25 വർഷം ഞാനുൾപ്പെടെ മരിച്ചു പോകും. ജനത്ത് മരിക്കത്തില്ല, അവരൊക്കെ ജീവിച്ചിരിക്കും. പക്ഷെ ഞാൻ മരിക്കാൻ സാധ്യത 25 വർഷം കഴിഞ്ഞു. പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾ കാണാൻ പറ്റും, എന്റെ സന്തതി, എന്റെ തലമുറയ്ക്ക് കാണാൻ പറ്റും. ഒരു 25 വർഷമെങ്കിലും എടുക്കും ഒരു പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ. പല തടസ്സങ്ങൾ, ഭൂമി ഏറ്റെടുക്കണം, ഇതിന്റെ പണം ഉണ്ടാകണം, പല രൂപത്തിൽ നടപടികൾ, നിർമ്മാണം നടക്കണം. ഒരു 25 വർഷത്തിന് ശേഷം ഈ കേരളത്തിൽ ഒരു സെമി ഹൈസ്പീഡ് റെയിൽ വരുമ്പോ ആ റെയിലിന്റെ അടിത്തറ മാധ്യമന്മാരാണ് ഇവിടുത്തെ BJP, കോൺഗ്രസും. ഇത് ഞാൻ പറയുന്നതാണ്, എന്നോടുള്ള ശത്രുത. എന്നിട്ട് അവിടെ എല്ലാം കൊണ്ട് റീത്ത് വെച്ചു. ആ കല്ലെല്ലാം ഊരിയ തെറ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ട് വീണ്ടും ഇട്ടു. പിന്നെ കല്ലൂരുക ഇടുക, കല്ലൂരുക ഇടുക. പിന്നെ നമ്മളത് നിർത്തുക. ഊരുക എന്തിനു ചെയ്യട്ടെ? BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരണമെന്നുണ്ട്, തരണമെന്നുണ്ട്. വേണം. ഇങ്ങനെയാണ് അവര്. നട്ടലില്ല. കോൺഗ്രസുകാർക്കാണെങ്കിൽ ഇത് ഒരു കാരണവശാലും വരരുത്. വന്ന പിണറായി വിജയന് അടുത്ത പ്രാവശ്യം 3ാം ഭരണം കിട്ടും. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങയുടെ കാലത്ത് ചെയ്യാൻ പാടില്ല. ഈ പെരളശ്ശേരി ഭാഗത്ത് ഒരു സ്റ്റേഷൻ വന്നായിരുന്നെങ്കിൽ ഈ ചെങ്ങന്നൂർ രക്ഷപ്പെടുന്നില്ല. വോട്ട് മാത്രമാണ് പ്രശ്നം. അവിടുത്തെ എന്റെ സഹോദരന്മാരായിട്ടുള്ള അവർക്ക് ആർക്കെങ്കിലും അവരെ അനാഥമാവും. ഇപ്പൊ അവരെ കുത്തി ഇളക്കിയവരോടൊക്കെ ഞാൻ ചോദിക്കുക, പലരും മാറി, ഇനി 5-6 പേരുടെ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ആരെങ്കിലും നിരാലംബരാക്കി നിങ്ങളുടെ ഭൂമി ഏറ്റെടുത്ത് നിങ്ങളെ വെറുതെ വിടുവോ? ന്യായ വില തന്ന് നിങ്ങളെ മാറ്റിയാൽ നിങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ ഭരിക്കുമ്പോ 101% കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് കേരളത്തിൽ നിങ്ങൾ എടുത്തത്? ആ റെയിൽ വരട്ടെ. ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇപ്പോ BJP ഗവൺമെന്റ് ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയ്ക്കൊരു പദ്ധതി ഉണ്ട്. ഈ പദ്ധതി റെയിൽ പോകുന്നത് ഇതുവഴിയാണ്. ഇതുവഴി മറ്റേ വഴിയാണ്.
ഈ പറയുന്നവന്റെ ഒക്കെ മുറ്റത്തൂടാവും. എന്റെ അടുക്ക പത്രക്കാർ ചോദിച്ചു എന്താണ് അഭിപ്രായം. അപ്പം യുവമാരി വിചാരിച്ച് ഞാൻ പോയി ഊരാൻ നിൽക്കുക. ഞാൻ പറഞ്ഞു പമ്പ റെയിൽ വരണം, ഞങ്ങളുടെ പിന്തുണയിലുണ്ട്. ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രി പറഞ്ഞു പമ്പ റെയിൽ വരണം, ഞങ്ങൾ ഇതിലൂടെ ഉണ്ട്. എന്താ കാര്യം? ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പൊ പെർളശ്ശേരി വഴി ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന അലൈൻമെന്റ് തയ്യാറാക്കിയിട്ടുള്ള ഈ റെയിൽ പമ്പ വരെ ചെന്ന് ആ റെയിൽ അവിടെ ചെല്ലുമ്പോൾ ചെങ്ങന്നൂരിന്റെ വികസനത്തിനൊരു നേട്ടം, ഒരു കുതിച്ചുചാട്ടം. ആ പാത കടന്നു പോകുന്ന ഭാഗത്തുള്ളവർക്ക് പുനരധിവാസം ഉണ്ടാവും. ഈ കല്ലൂരിയ ചെന്നിത്തല സാറും ഈ കല്ലൂരിയ കൊടിക്കുന്നി സാറും ഈ കല്ലൂരിയ കോൺഗ്രസ്സുകാരും ഇപ്പൊ ഇടാൻ പോകുന്ന കല്ലൂരുവോ? ഞാൻ വെല്ലുവിളി ചോദിക്കുക, ഇടാൻ പോകുന്ന കല്ലൂരാൻ ധൈര്യം ഉണ്ടോ? ഞങ്ങളല്ലല്ലോ ഇടുന്നത്, നിങ്ങൾ ഊരില്ല. അതാണ് നിങ്ങളും ഞങ്ങളുമായിട്ടുള്ള വ്യത്യാസം. ഞങ്ങൾ നിലപാടെടുത്തു, വികസനത്തിന് വേണ്ടി പമ്പ റെയിൽ വരണം, കെ റെയിൽ വരുന്നത് പോലെ വരണം. ഈ പമ്പ റെയിൽ വന്നാൽ കെ റെയിലിന്റെ ഭാഗത്തു കൂടി പോകുമ്പോൾ അന്ന് എന്തെല്ലാം ദോഷഫലങ്ങൾ ആളുകളുടെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഉണ്ടാവോ അതേ പ്രശ്നം ഇപ്പൊ വരുന്നു. സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ഒരു പണം അനുവദിക്കാൻ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറായാൽ അടുത്ത ദിവസം കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ ഈ ഭൂമി ഏറ്റെടുക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് സംഘടിപ്പിച്ച് നിങ്ങൾ സമരം ചെയ്യുമോ? ഇതാണ് നിങ്ങൾ ഇരട്ടത്താപ്പ് നയം. എന്നുവെച്ചാൽ വികസനത്തിന് എന്നും നിങ്ങൾ എതിരാണ്. നമ്മുടെ ഓരോ വികസന പ്രവർത്തനം ഞാൻ പറ്റി പറയില്ല. ഇപ്പൊ എന്നെ പറ്റി ഒരുപാട് എന്നെ വിളിക്കുന്ന പോലെ ചെയ്ത് ആരെയും വിളിക്കുന്നില്ല. ശശികുമാർ കുറച്ച് കാര്യമുണ്ട്. ബി.ജെ.പിയുടെ നേതാക്കന്മാർ ഒരു 10-150 മറ്റേ ഇതുണ്ടല്ലോ കത്തിക്കുന്ന കോലം. എനിക്കത് സന്തോഷമുള്ള കാരണം അവന്മാർ എല്ലാ ആഴ്ചയിലല്ല, എല്ലാ ദിവസവും എന്റെ ഓരോന്ന് കത്തിച്ച് കിട്ടിയ എനിക്കൊരു കൂടമാണ്. എല്ലാ ദിവസവും കത്തിക്കുകയും ഈ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ഇത് കത്തിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ എന്റെ കോലം കത്തിക്കുന്നത്? പിന്നെ കോൺഗ്രസ്സുകാരന്ന് റീത്തെ വെക്കത്തുള്ളൂ. കാരണം അവന്മാർക്ക് ഞാനത് മരിച്ചു കാണണമെന്ന് അവന്മാർക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, നീ എല്ലാം പോയാലും നയിക്കാൻ പോകുന്നില്ല, കടിക്കില്ല. അങ്ങനൊന്നും പോകുന്ന അതിനെ വല്യത് അങ്ങനൊന്നും പോകത്തില്ല. കാരണം ഞാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി, 56 വർഷം 8ാം ക്ലാസ്സിൽ പഠിക്കും ഈ പണി തുടങ്ങിയത്. ഞാൻ നേരിട്ട ഓരോ വെല്ലുവിളി ഒന്നും അവന്മാരാണ് നേരിട്ടില്ല. ഒരുപാട് വെല്ലുവിളി നേരിട്ടാണ്. അത് പിടിക്കുന്ന മനസ്സിലാക്കപ്പോൾ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടി ജില്ലാ സെക്രട്ടറി. ഞാൻ പ്രതിസന്ധികളൊന്നും തെറ്റു പോകുന്നതാണ്. ഭയപ്പെടുത്തുക. എന്തിനാ ഭയപ്പെടുന്നത്? ചെങ്ങന്നൂരിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു മാർച്ച് എന്റെ ഓഫീസിൽ. എനിക്ക് കോൺഗ്രസ്സുകാരുടെ സഹതാപമാണ്. സത്യം പറഞ്ഞാണല്ലോ, ഇത്ര പാവങ്ങൾ, സത്യം പാവങ്ങളല്ല ഈ ചെങ്ങന്നൂരിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഒരിക്കലും രക്ഷപ്പെടുന്നില്ല. ഞാൻ സത്യം പറഞ്ഞ് വിചാരിച്ചു എങ്ങനെയാണ് ആരെങ്കിലും ഒന്ന് ജയിച്ചൊന്നും മത്സരിക്കാനൊന്നും ചാൻസ് ഇല്ല. കഴിഞ്ഞ ദിവസം ഒരാളെ കൊണ്ടുവന്നു ബി.ജെ.പി മാറിയിട്ട് പിറ്റേ ദിവസം പുള്ളി നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ചെങ്ങന്നൂര് ഈ പാവപ്പെട്ട നെഞ്ചത്തോട്ട് കടന്നിട്ടുണ്ട്. അയാളെ പറ്റിയുള്ള അറിയാം, ഈ വാര്യര് അയാളെ പറ്റിയുള്ള അറിയോ? ഈ വാര്യരാണ് കഴിഞ്ഞ ഒരു 2-3-4 മാസം മുമ്പ് ഒരു പ്രസംഗം നടത്തി. എന്തായാലും ആ വാര്യരെ ചെങ്ങന്നൂർ കൊണ്ടുവന്ന് ഒരു ഗുണമായി എനിക്ക് കേട്ടാണ്. ഉള്ള കാര്യം കോൺഗ്രസ്സായിട്ട് പറയാം. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇനിയിപ്പോ ഇടതുപക്ഷം മുന്നണിയായിട്ട് അതിൽ മത്സരിക്കുമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്സരിച്ച് അന്ന് എനിക്ക് കിട്ടാത്ത ഒരു 12,000 വോട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഈ വാര്യന്റെ ഒറ്റ മരവോടുകൂടി കിട്ടും. ഒരു സംശയം വേണ്ട. കാരണം അയാളുടെ പ്രസംഗം അത്ര ഗുണം ചെയ്തു. എന്റെ പൊന്നെ കോൺഗ്രസ് അധികന്മാര് അടുത്ത ആഴ്ചയിലോ അതിന്റെ അടുത്ത ആഴ്ചയിലോ ഓരോ ആഴ്ചയിൽ കൊണ്ടുവന്ന് കൂടുതലായി. എനിക്ക് ഇവിടെ പ്രസംഗിക്കാൻ ആരും ഇല്ല. കോൺഗ്രസ് ഇവിടെ എം മുരളിയുണ്ട്, എത്ര സീനിയർ നേതാവ്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ്, ഇന്ന് അനാഥനാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് അല്ലായിരുന്നു. ഇവിടെ എത്രയോ നേതാക്കന്മാരുണ്ട്. വിജയകുമാർ സാർ, എത്രയോ ആളുകൾ ഈ ചെങ്ങന്നൂർ പ്രസംഗിക്കാതെ എല്ലാ വലിയ കോൺഗ്രസ് പ്രസംഗിക്കും. കൂടെ ആളില്ലെങ്കിൽ പ്രസംഗിക്കാൻ ആളില്ലേ? ഇവിടുത്തെ കോൺഗ്രസ്സുകാരിൽ നിങ്ങൾ വാടക കിട്ടാത്തമാരാ ഒരു ചായക്കടച്ചെന്ന് ഒരു ചായ ചോദിച്ചപ്പോൾ കണക്ക് കൊടുക്കത്തില്ല. ആവശ്യമുള്ളമാരെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഞാനാമാരെ പറ്റുമെന്ന് പറയുന്നത്. എന്നാലും പ്രത്യേകിക്കുന്നമാരുണ്ട്. എന്നെ കൊണ്ടൊത്തിരി പറയിപ്പിക്കാതിരിക്കുന്ന എനിക്ക് നല്ലത്. അപ്പൊ എന്റെ ഓഫീസിലോട്ട് മാർച്ച് നടത്തി. ജില്ല മൊത്തം ബൂത്ത് കോൺഗ്രസ്. എന്താ ബൂത്ത് കോൺഗ്രസ്? എല്ലാം കൂടി ജില്ല കേന്ദ്രീകരിച്ചപ്പോ 75 പേര് എന്റെ ഓഫീസിലോട്ട് മാർച്ച് നടത്തി. എന്തൊക്കെയാ പറഞ്ഞേ? അതിന് മുമ്പൊരു മാർച്ച് നടത്തി. അതിന് പോലീസുകാർക്കൊക്കെ പേടിയാ. ഞാൻ ഈ പോലീസുകാരോട് ഞാൻ കാര്യം പറയും, എന്റെ ഓഫീസിലോട്ട് അത് തടയരുത്. നിങ്ങൾ തടയുന്ന ഓഫീസിലോട്ട് വരട്ടെ അവർ വരട്ടെ. ഞാൻ നല്ലത് കടിച്ചായി ഇട്ട് കൊടുത്ത് അവന്മാരെല്ലാം കയറ്റി വർത്താനം പറഞ്ഞ് അവർ നോക്കുള്ളൂ. എന്നെ എന്ത് ചെയ്യാനാ? നിങ്ങളെന്നെ പേടിക്കുന്നു? എന്റെ ഓഫീസിലോട്ട് ഞാൻ നിർത്തി. ആരെ? വാര്യരെ കൊണ്ടൊന്ന് പ്രസംഗിച്ചു. വാര്യര് കേരളത്തിലെ ഏറ്റവും കടുകട്ടിയുള്ള RSS ആണ്. ചെറിയ RSS അല്ല കേട്ടാ. ബി.ജെ.പിയിലൊക്കെ ഒരുപാട് മാന്യന്മാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മാന്യന്മാരെന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്തായാലും പുറത്ത് മാന്യത കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ശ്രീരാമുള്ള ചേട്ടനുണ്ട്. എത്ര മാന്യത! അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് നമുക്ക് യോജിപ്പില്ല, പക്ഷെ മാന്യമില്ല. നമ്മുടെ നാട്ടിൽ കേസിലാരുണ്ട്, മാന്യമില്ല.
അകത്തിരിക്കുന്ന രാഷ്ട്രീയം നമുക്ക് യോജിപ്പില്ല. ബി.ജെ.പിയുടെ എത്രയോ നല്ല നേതാക്കന്മാർ ഈ ചെങ്ങന്നൂരുണ്ട്. രാമേന്ദ്ര കുറുപ്പിയേട്ടൻ എത്രയോ മാന്യനായ ബി.ജെ.പിയുടെ കേന്ദ്ര നേതാവല്ലേ. അവരൊക്കെ അനാഥരായി നടക്കുകയാണെങ്കിൽ കേന്ദ്ര നേതാവല്ലേ. അതല്ലാത്തവരുമുണ്ട്. വാര്യയുടെ സ്വഭാവമുള്ള ഇവിടുണ്ട്. അവരെ പറ്റി ഞാൻ പറയുന്നില്ല. അപ്പൊ ഇവിടെ വന്നു ഇയാളാണ് നമ്മുടെ കാശ്മീരിലെ മുസ്ലിങ്ങള് മറ്റേ വിഭജിച്ച സമയത്ത് കാശ്മീർ പ്രശ്നത്തിന് പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ഈ വാര്യർ പറഞ്ഞ എന്താന്ന് അതാ ഞാൻ പറഞ്ഞ 2000 വോട്ട് ഇപ്പൊ നമുക്ക് കൂടുതൽ കിട്ടിയത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പോൾ തന്ന സമയമാണ് നമ്മുടെ. അന്ന് ഇയാൾ പറഞ്ഞു ഈ കാശ്മീരിലെ മുസ്ലിങ്ങളെ കെട്ടിത്തൂക്കി ടയറിട്ട് ആ ടയർ കത്തിച്ച് അവന്മാരെ ചുട്ടുകൊല്ലണമെന്ന് പറഞ്ഞ ഒരു മതേതരവാദിയായിട്ടുള്ള വാര്യരാണ് സജി ചെറിയാനെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ടവരെ കൈകാര്യം. ഒരു നല്ല മനുഷ്യനാണ്. അവരെയൊക്കെ തല്ലിക്കൊന്ന് പറഞ്ഞാൽ നമുക്കൊരു മര്യാദ ഉണ്ട്. ഇത്രയും മുസ്ലിങ്ങളെ തല്ലിക്കൊന്ന കുഴപ്പമില്ല. കെട്ടിത്തൂക്കി ടയർ കത്തിച്ച് പെട്രോൾ ഒഴിച്ച് യവന്മാരെ പുഴുകി ശരിപ്പെടുത്തി എടുക്കണമെന്ന് വന്ന് പ്രസംഗിക്കാൻ ഒരു മനസാക്ഷിയില്ലാത്ത ഈ വാര്യരെ ചെങ്ങന്നൂർ പോലൊരു മതനിരപേക്ഷമായ നാട്ടിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചാൽ ഈ ചെങ്ങന്നൂരിലെ കോൺഗ്രസുകാരന്റെ തലയ്ക്ക് താൽത്താമസമില്ലെന്ന് ഞാൻ പറഞ്ഞ അത്ഭുതപ്പെടേണ്ട കാര്യമുണ്ടോ? അത്താമസമുണ്ടോ നിങ്ങൾ തലയ്ക്കകത്ത്? ചിന്തിക്കാൻ പറയാ. ഇങ്ങനെ വെറുതെ കാണിക്കുന്നത് ഇങ്ങനെയുള്ളതുകൊണ്ട് നിങ്ങൾ പ്രസംഗിച്ചോ എന്നെ പറ്റി എനിക്ക് സന്തോഷമുള്ളൂ. പിന്നെ എന്തല്ല ഈ വാര്യ പറഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും കടുത്ത RSSകാർ പറയാത്ത ഭാഷയല്ലേ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വാര്യ പറഞ്ഞത്. ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ക്രിസ്ത്യാനിയും ഈ രാജ്യത്തെ മുസ്ലിമും ഇന്ത്യക്കാരല്ല അവന്മാരെ ചാപ്പകുത്തണമെന്ന് പറഞ്ഞ വാര്യരെ ചെങ്ങന്നൂരിൽ കൊണ്ടുവന്ന് ഈ മതനിരപേക്ഷതയുടെ ഉന്നതമായ മൂല്യം ഉയർത്തിയ ചെങ്ങന്നൂരിന്റെ മണ്ണിൽ 32,000 മതനിരപേക്ഷ വിശ്വാസികൾ കമ്മ്യൂണിസ്റ്റുകാരെ എലിക്കോട്ട് ചെയ്ത് ജയിപ്പിച്ച ഈ മണ്ഡലത്തിൽ ഇത്തരം മതനിരപേക്ഷത ചോദ്യം ചെയ്ത വാര്യരെ കൊണ്ടുവന്ന് ഈ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യാൻ ഇവിടെ വന്ന് ന്യൂനപക്ഷത്തെ ആക്രമിച്ചവൻ പ്രസംഗിച്ചാൽ കോൺഗ്രസുകാരൻ വോട്ട് കിട്ടുമോ? ഇപ്പൊ വേറെ ആപ്പിടെ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കേട്ടു വാര്യൻ അടുത്തുള്ള സ്ഥാനാർത്ഥിയാണ്. പുള്ളി നോക്കിയപ്പോ അവിടെ നിന്ന് രക്ഷയില്ല. MLA ദാനം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ അവിടെ നോക്കിയപ്പോ ഇങ്ങോട്ടേ ഉള്ളൂ. പിന്നെ അനാഥ കിടക്കുന്ന സ്ഥലമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുക. അപ്പൊ ഇപ്പൊ ഈ സീറ്റ് പോയിരിക്കുന്ന കോൺഗ്രസുകാരന്മാർ മിക്കവാറും എല്ലാം ഇപ്പൊ ആത്മഹത്യ ചെയ്ത. അപ്പൊ അവിടെ അതിനകത്ത് ആഭ്യന്തര പ്രശ്നമായി. ഒരു 10-15 സീറ്റ് പോയി കിടക്കുകയായിരുന്നു. ഇപ്പൊ ഇയാൾ സ്ഥാനാർത്ഥിയായ കേട്ടോ, ഓർത്തോണം. ഇപ്പൊ സീറ്റ് മേടിക്കാൻ വന്നവരെല്ലാം ഓർത്തോണം. ഈ വാര്യന് സ്ഥാനാർത്ഥിയായാണ് KPCC ആ സുധാകരൻ KPCC പ്രസിഡന്റ് അതും ചെയ്യാൻ അപ്രോച്ച് ചെയ്യും കേട്ടോ. സതീശൻ പിന്തുണയ്ക്കും. ഇവിടെ കൊണ്ടുവന്ന് പ്രസംഗിക്കുക. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഈ സ്റ്റേഡിയം എന്താ ഇങ്ങനെ കിടക്കുന്നത്? 65 കോടി രൂപ സ്റ്റേഡിയത്തിന് വേണ്ടി ഗവൺമെന്റ് അനുവദിച്ചതിന്റെ നിർമ്മാണം ആരംഭിച്ച് 65% പണി പൂർത്തീകരിക്കുമ്പോ ഈ വലതുപക്ഷക്കാരല്ലേ ഹൈക്കോടതി കേസ് കൊടുത്തു. ഇന്ന് ആ സ്റ്റേഡിയം പൂർത്തീകരിച്ച ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കായിക രംഗത്തുള്ള പ്രതിഭകൾക്ക് അവിടെ പരിശീലനം കൊടുക്കാൻ, കളിക്കാൻ, മത്സരിക്കാൻ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ചെങ്ങന്നൂരിൽ തലവെക്കാൻ പാടില്ല. അത് സജി ചെറിയാന്റെ ഇടതുപക്ഷം മുന്നണി ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞല്ലേ ആ സ്റ്റേഡിയം തകർത്തത്. നിങ്ങൾ എന്ത് വികസനത്തെ പറ്റി പറയുന്നത്? നിങ്ങൾ ഏത് വികസനത്തെ സഹായിച്ചിട്ടുണ്ട്? സ്റ്റേഡിയം മാത്രമാണോ? എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുമ്പിൽ കൂടെ കിടക്കുന്ന റോഡ് എന്നെ കൊണ്ടൊന്നും ഒത്തിരി പറയിപ്പിക്കേണ്ടത് ഞാൻ ഉണ്ടായിരിക്കുക. പക്ഷെ നിങ്ങളെ കുത്തിയാളെ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ആ റോഡ് ഇപ്പൊ നിങ്ങൾ കണ്ടോ? ആ മേളയിൽ നിന്ന് ഒന്ന് പോന്നു കഴിഞ്ഞാൽ 1.5 റോഡാ. ആ റോഡ് നടപ്പാക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റി അവർ ചെയ്യേണ്ട റോഡ് അത് നശിച്ച് തകർന്നു കിടന്ന റോഡ്, അവിടെയുള്ള റോഡിന്റെ ഭൂമി ഉടമകളെ ഞാൻ വിളിച്ച് ഗൾഫിലും അമേരിക്കയിലൊക്കെ വിളിച്ച് ഞാൻ അവരോട് കാല് പിടിച്ചു. ഞാൻ പറഞ്ഞു ആ റോഡ് ഇങ്ങനെ കിടക്കരുത്, ചില വീതി കൂട്ടി ഒരു 6-8 മീറ്റർ വീതി കൂട്ടി ആ റോഡ് ടാർ ചെയ്യണം. ഭൂമിക്ക് കാശില്ല, സൗജന്യമായി തന്നു. എല്ലാവരും തന്നു. മതിൽ പൊളിച്ചു, മതിൽ നമ്മൾ കെട്ടിക്കൊടുത്തു. മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് 1 വർഷക്കാലം തടഞ്ഞു വെച്ചു. ഓർമ്മയില്ലേ? ചെങ്ങന്നൂർക്കാർ മറന്നുപോയോ? അവസാനം ജില്ലാ കളക്ടർ വന്നു. ജില്ലാ കളക്ടറെ കൊണ്ട് അളക്കാൻ പറഞ്ഞു. അളന്നപ്പോ മുനിസിപ്പാലിറ്റി സ്ഥലമല്ല, റവന്യൂ പുറമ്പോക്ക്, മുനിസിപ്പാലിറ്റിക്ക് അവിടെ സ്ഥലമേ ഇല്ല. 1 വർഷക്കാലം മുനിസിപ്പാലിറ്റി സ്ഥലമാണെന്ന് പറഞ്ഞ് ആ റോഡ് തടഞ്ഞ് ഇന്ന് ആ റോഡ് മുനിസിപ്പാലിറ്റി സ്ഥലമല്ലാത്തതുകൊണ്ട് ഏറ്റെടുത്ത് ചെങ്ങന്നൂരിലെ ഏറ്റവും മനോഹരമായ റോഡാക്കി ഈ IHRD കോളേജിന് മുമ്പിൽ നിന്നുള്ള റോഡ് നമ്മൾ ചെയ്തില്ലേ? ഇവരെന്ത് സഹായമാണ് ചെയ്തത്? ഇവിടെ മാർക്കറ്റ് നിർമ്മിക്കുന്നു. ഇപ്പോഴത്തെ ചെയർപേഴ്സണെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവര് ആത്മാർത്ഥമായി അവർ കൂടെ നിൽക്കുക. ഇതിനു മുമ്പുള്ളവർ ആരെങ്കിലും സഹായിച്ചോ? 3 വർഷം മുമ്പ് അനുവദിച്ച മാർക്കറ്റ് നവീകരണം ഇന്ന് ആ മാർക്കറ്റ് നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതാണ്. ആ 3 വർഷമായി തടസ്സത്തിക്കല്ലേ? ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ
ആ കച്ചവടം ചെയ്യുന്നവരെതിരുണ്ടോ? അവരെല്ലാം പാവങ്ങൾ. അവർക്ക് അവിടെ വീണ്ടും തുടർന്ന് ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം കൊടുത്താൽ മതി. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റി സംവിധാനം ഉണ്ടാക്കണം. ഈ മുനിസിപ്പാലിറ്റിയിലെ ഓരോ കോൺഗ്രസിന്റെ ഭാരവാഹികളോട് ഞാൻ കാല് പിടിച്ചു പറഞ്ഞു, നിങ്ങളൊന്ന് സഹകരിക്കേ തന്നോ. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ സഹകരിച്ചിട്ടുണ്ട്. ഞാൻ അവരെ ഇല്ലാത്ത കാര്യങ്ങളെന്ന് പറയും. ഇന്നിപ്പോ അവർ ആത്മാർത്ഥമായി ഇറങ്ങിയത് കൊണ്ട് ഞാൻ കൂടെ ചേർന്ന് അവിടെ നിർമ്മാണം ആരംഭിച്ചു. എത്ര വർഷം നിങ്ങൾ വഴിമുടക്കി? എത്ര വർഷം വഴിമുടക്കി? ഇത് ചെങ്ങന്നൂരിലെ വികസന പ്രവർത്തനങ്ങളെ എന്തായിരുന്നു അനുഭവം? 2010 രാമേന്ദ്രൻ സാർ ജയിക്കുമ്പോ എന്താ ചെങ്ങന്നൂർ നല്ല റോഡുണ്ടോ? ഉണ്ടോ പറ. ഈ മാർക്കറ്റ് റോഡ് ഉൾപ്പെടെ എടുക്കുക. ഈ ചെങ്ങന്നൂർ ടൗണിലെ ഏതെങ്കിലും ഒരു റോഡ് സഞ്ചാരയോഗ്യമായിരുന്നു? നല്ല കുടിവെള്ള പദ്ധതി ഉണ്ടോ? നല്ല ആശുപത്രി ഉണ്ടോ? നല്ല സ്കൂൾ കെട്ടിടമുണ്ടോ? നിങ്ങളല്ലേ ഇവിടെ ഭൂരിപക്ഷം സമയം ഭരിച്ചത്? ജനങ്ങൾക്ക് പൊറുതി മുട്ടിയല്ല നിങ്ങളെ തോപ്പിച്ചത്. അങ്ങനെയല്ലേ രാമേന്ദ്രൻ സാറിനെ ജയിപ്പിക്കുന്നത്? അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഏതെല്ലാം പദ്ധതികൾ ഇവിടെ വന്നോ ആ പദ്ധതിക്ക് മുഴുവൻ നിങ്ങൾ തുടക്കം വെച്ചു. എന്നാൽ അതിനെല്ലാം അതിജീവിച്ചിരുന്ന പദ്ധതികൾ ഓരോന്നും നടക്കുന്നുണ്ട്. അത് വേറെ കാര്യം. ഇവിടുത്തെ സ്കൂൾ കെട്ടിടങ്ങൾ ഓരോന്നത്. ഈ ഗേൾസ് ഹൈസ്കൂളിൽ ഒരു കെട്ടിടം പണിയുന്നു. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രയാസം കൊണ്ട് ഞാൻ പറയുക. ആ സ്കൂൾ കെട്ടിടം നിങ്ങൾ ആ ഗേൾസ് ഹൈസ്കൂളും ബോയ്സ് ഹൈസ്കൂളും ഗേൾസ് ഹൈസ്കൂളും ഇവരുടെ കാലം നശിപ്പിച്ചതാണ്. 2000-3000 കുട്ടികൾ പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്കൂളാണ്. അവസാനം ആ സ്കൂളിനെ ഒരു മോഡൽ സ്കൂളാക്കാൻ നമ്മൾ തീരുമാനിച്ചു. അവിടെ ഇപ്പൊ ഏതാണ്ട് നമ്മുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം 3 കെട്ടിടം പുതുതായിട്ട് പണിയും ഗേൾസ് ഹൈസ്കൂൾ. അപ്പൊ നമ്മൾ ആശുപത്രി പണിയണം. 100 കോടി രൂപ ആശുപത്രി കിട്ടി. ചെങ്ങന്നൂർ ഗവൺമെന്റ് ആശുപത്രി. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് മനസാക്ഷിയുണ്ടോ? ചെങ്ങന്നൂർ ഗവൺമെന്റ് ആശുപത്രി എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഏറ്റവും മോശം ആശുപത്രി അല്ലായിരുന്നു. ഏറ്റവും മോശം ആശുപത്രി. അവിടെ ആരെങ്കിലും ചെല്ലുന്ന പോലെ ജീവനോട് തിരിച്ചു വരാൻ പറ്റുമോ? ഡോക്ടറില്ല, നേഴ്സില്ല, കമ്പൗണ്ടർ ആരുമില്ല, നല്ല റൂമില്ല. ഒരു രോഗി വന്നാൽ അവിടെ പരിചരിക്കാൻ ഓപ്പറേഷൻ ചെയ്യപ്പെടുന്നു. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് എലിയും പാമ്പും പാറ്റയാണ്. അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, എന്റെ പിന്നെ പൊന്നു മുഖ്യമന്ത്രി ഒന്ന് സഹായിക്കണം. ഈ ഹോസ്പിറ്റലിൽ രാജാവിന്റെ ഒരു ചിഹ്നം അവിടെ വെച്ചിട്ടുണ്ട്. അത് മാത്രം മതിയോ? രാജാവിന്റെ ചിഹ്നം കൊണ്ട് ആൾക്ക് ചികിത്സ കിട്ടൂ. ശരി, ഒരു പദ്ധതി തരാൻ പറഞ്ഞു. പദ്ധതി കൊടുത്ത് 100 കോടി രൂപ അനുവദിച്ചു. ആ ഹോസ്പിറ്റൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്നതിന് മാറ്റണം. ഈ ചെങ്ങന്നൂരുകാർ അറിഞ്ഞിരിക്കണം. ഞാൻ നാളെ ഉണ്ടോ ഇല്ലെന്നുള്ള പ്രശ്നം. പക്ഷെ ചെങ്ങന്നൂരുകാർ ഈ കോൺഗ്രസ്സുകാരുടെ പണി മനസ്സിലാക്കിക്കോണം. ആ ഹോസ്പിറ്റൽ മാറ്റി ഈ ബോയ്സ് ഹൈസ്കൂൾ വെറും 24 പിള്ളേർ പഠിക്കുന്ന സ്കൂള്, ആ 24 കുട്ടികളെ ഗേൾസ് ഹൈസ്കൂളിൽ മാറ്റി ഈ ബോയ്സ് ഹൈസ്കൂളുണ്ട്. ആ ഹോസ്പിറ്റൽ മാറ്റാൻ ശ്രമിച്ചു. ഇവർ സമ്മതിച്ചോ? എത്ര ദിവസം ഇവർ സമരം ചെയ്തു? എത്ര ദിവസം തടസ്സപ്പെടുത്തി? ബൈ ഫോഴ്സിലാണ് അവസാനം അത് നടപ്പാക്കിയത്. ഇന്ന് ചെങ്ങന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ 100 കോടിയുടെ ആശുപത്രി പണിയുന്നെങ്കിൽ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ചെങ്ങന്നൂരിലെ ജനങ്ങളുടെ വിജയമാണ് ആ ഹോസ്പിറ്റൽ. 5 ഓപ്പറേഷൻ തിയേറ്റർ. നാളെ കോൺഗ്രസ്സുകാർക്കും BJP-ക്കാർക്കും വന്ന് ഓപ്പറേഷൻ നടത്താം. ഒരു തടസ്സമില്ല. പക്ഷെ നിങ്ങളെ തടസ്സം നിന്നില്ലേ? ഇങ്ങനെ ഏതിനാണ് നിങ്ങൾ സഹായിച്ചിട്ടുള്ളത്? എല്ലാത്തിനും നിങ്ങൾ സമരം. ഏതിന് സമരം? എന്തിന് സമരം? ഇവിടെ BJP കോൺഗ്രസ് ഏത് പദ്ധതി വന്നാലും തടസ്സപ്പെടുത്തുകയല്ലേ? ഇങ്ങനെ തടസ്സപ്പെടുത്തുമ്പോൾ അതിനെ നമ്മൾ ശക്തമായി നേരിടുമ്പോൾ നമ്മൾ വികസനവുമായി മുന്നോട്ട് പോകും. ഈ ചെങ്ങന്നൂർ നഗരത്തിലെ സ്കൂളുകളിൽ ഓരോന്നിന്റെ ഗേൾസ് ഹൈ സ്കൂൾ നമ്പർ 1 സ്കൂളായി മാറുന്നല്ലേ? ഇപ്പൊ തന്നെ IHRD പുതിയ കോളേജ് വന്നു. നിങ്ങൾ ഗവൺമെന്റ് ഏരിയ പോയി നോക്കൂ. 22 കോടിയുടെ പുതിയ കെട്ടിടം പണിത് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തിപ്പോ 22 കോടി. ഇവിടെ മുണ്ടക്കാവ് സ്കൂളിന് പുതിയ കെട്ടിടം പണിതു. കിഴക്കേട സ്കൂളിന് പുതിയ കെട്ടിടം, വണ്ടി എല്ലാം മേടിച്ചു കൊടുത്തു. എടനാട് സ്കൂളിന് പുതിയ കെട്ടിടം പണിത് കൊടുത്തു. പുത്തൻകാവ് മാത്തന്തരകന്റെ സ്കൂളിന് പുതിയ കെട്ടിടം പണിത് കൊടുത്തു. അങ്ങാടിക്കത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ എങ്ങനെ കിടന്നാ 3 കെട്ടിടം ഏതാണ്ട് 5-6 കോടിയുടെ കെട്ടിടം തീർന്നു. മുളക്കട ഹയർ സെക്കൻഡറി എത്ര കോടി? 7 കോടിയുടെ കെട്ടിടം തീർന്നു. ഏത് സ്കൂളിലാണ് പുതിയ കെട്ടിടം പണി? ഇനി 8-10 സ്കൂളേ ഉള്ളൂ. ഒരു MLA-യുടെ കാലത്ത് പരമാവധി 1 കെട്ടിടം, 2 കെട്ടിടം. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, 34 സ്കൂൾ കെട്ടിടങ്ങൾ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിർമ്മിച്ചു. നിങ്ങളുടെ കാലത്ത് 1 സ്കൂൾ കെട്ടിടം പണിതോ? പറയട്ടെ. നിങ്ങൾ എന്നെ ആക്ഷേപിക്കുക, നിങ്ങൾ പിണറായി വിജയനെ ആക്ഷേപിക്കുക, ഗവൺമെന്റിനെ ആക്ഷേപിക്കുക. ഓരോ പഞ്ചായത്തോടെ ചെങ്ങന്നൂർ ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ ഇത്രയും റോഡുകൾ ചെങ്ങന്നൂർ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഇവിടെ ശബരിമല ഇടത്താവളെ എന്റെ പൊന്നോ, ഞാനാണെങ്കിൽ ഇരിക്കുന്നതിന് മുമ്പ് പോലെ ഈ നാട്ടിലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താ കവാടം, ശബരിമലയുടെ കവാടം ഭയങ്കര
എല്ലാ കാലത്തും കോൺഗ്രസ്സുകാരും BJP-ക്കാരും പ്രസംഗിക്കും, ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി, ഇപ്പൊ തന്നെ ഞങ്ങൾ കവാടം അങ്ങ് ശരിപ്പെടുത്തും. BJP വന്ന് 10 വർഷമായല്ല, കവാടം എവിടെ കിടക്കുന്നത്? ലക്ഷക്കണക്കിന് അയ്യപ്പന്മാര് ചെങ്ങന്നൂർ വരുന്നുണ്ടല്ലോ. അതുകടെ വിധി വെക്കാൻ, അതുകടെ സാധന സാമഗ്രികളൊന്ന് സൂക്ഷിച്ചു വെക്കാൻ ഒരു സംവിധാനം ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ ഇവിടെ 1300 കോടി രൂപയുടെ റെയിൽവേ നിർമ്മാണം ആരംഭിച്ചെന്ന് പറഞ്ഞ് MP പിന്നെ BJP-യുടെ നേതാക്കന്മാരെല്ലാം പ്രസ്താവനയാണ്. മോദി ഉദ്ഘാടനം ചെയ്തു, കല്ലിട്ടു, ഇപ്പൊ പൊളിച്ചുകളെ. ഇപ്പൊ അറിഞ്ഞോ റഷീദ് അറിഞ്ഞോ? പദ്ധതി ഇല്ല കേട്ടോ, ഒറ്റക്കള്ളമാണ്. ഈ കഴിഞ്ഞ പാർലമെന്റ് വോട്ട് പിടിക്കാൻ വേണ്ടി ചെയ്തു. ഇപ്പൊ പദ്ധതിയില്ല, അവിടെ കവാടവും ഇല്ല, പൊളിക്കലും ഇല്ല, പദ്ധതിയില്ല, അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. 4 ചുരുത്ത് കിടക്കുക ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 200 കോടിയെങ്കിലും പദ്ധതിയെ കുറിച്ച് ആലോചിക്കുന്നു. മോദിക്കറിയാം യുവമാരൊക്കെ ചുമ്മാ വർത്താനം പറഞ്ഞ അങ്ങേർക്കറിയാം ഇവിടെ ഒന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. കാരണം ഈ ജന്മത്തിൽ വിടുന്ന ഒരു സീറ്റ് കിട്ടത്തില്ല, അങ്ങേർക്ക് നല്ല പിടിയുണ്ട്. അതുകൊണ്ടാണ് അങ്ങേര് കാശും തരുന്നില്ല. അത് എനിക്കറിയാം. വെറുതെ ഇവിടെ കൊണ്ട് കാര്യം തരുമല്ലോ കാര്യം. 10 കോടി രൂപ മുടക്കി. ഞാൻ പറയട്ടെ, വലിയ 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 സമ്പത്തൊന്നും ഇല്ലെങ്കിലും ആ കിഴക്കേ നടയിൽ ഈ ചെങ്ങന്നൂരെ മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിൽ അജീത് ചെറിയാൻ MLA ആയി വന്നപ്പോൾ എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു? 10 കോടി രൂപ മുടക്കി ഈ ശബരിമല തീർത്ഥാടകർക്ക് ഒരു തീർത്ഥാടന സംവിധാനം പൂർത്തീകരണ ഘട്ടത്തിലാണെന്ന് അഭിമാനത്തോടെ പറയുക. ഇനിയും അയ്യപ്പന്മാര് വന്നാൽ വിരിവെക്കാം, ലോക്കറി സാധനം വെക്കാം, നേരെ പോകാം, തൊഴുതാൽ മതി. പിൽഗ്രിം ടൂറിസം ആ പദ്ധതി പൂർത്തീകരിച്ചാൽ ഈ ചെങ്ങന്നൂരിൽ നടപ്പാക്കിക്കൊണ്ട് ശബരിമല ഇടത്താവളം മാത്രമല്ല ചെങ്ങന്നൂരിന്റെ കവാടം ലക്ഷക്കണക്കിന് ശബരിമല തീർത്ഥാടകരുടെ ഏറ്റവും നല്ല കേന്ദ്രമാക്കി മാറ്റാനുള്ള നടപടിയാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചത്. നിങ്ങൾ ചെയ്തോ? നിങ്ങൾ ശബരിമലയുടെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞവരോട് പ്രക്ഷോഭം നടത്തിയല്ലോ. അയ്യപ്പനോട് എന്ത് സ്നേഹം നിങ്ങൾ കാണിച്ചത്? ഈ ചെങ്ങന്നൂർ ക്ഷേത്രങ്ങൾ എടുത്ത് പരിശോധിക്ക്. ഈ കഴിഞ്ഞ 6-7 വർഷം കൊണ്ട് ക്ഷേത്രങ്ങളുടെ പരിസരത്തുണ്ടായ മാറ്റം. തൃച്ചിറ്റാറ്റ് അമ്പലം എടുക്ക്, എങ്ങനെ കിടന്ന കുളമാണ്. പുലിയൂരമ്പലം എടുക്ക്, വിശ്വസേനിക്കര അമ്പലയുടെ ഈ ചെങ്ങന്നൂർ ഓരോ ക്ഷേത്രങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ MLA എന്ന നിലയിൽ ഓരോ ക്ഷേത്രവും ഇന്ന് വിശ്വാസികളുടെ പവിത്രമായ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിൽ ഞങ്ങൾ വഹിച്ച പങ്കെന്താണ്? ഞങ്ങൾ ഈ കള്ളത്തിനൊന്നും പറയില്ല. ദൈവമേ എന്ന് വിളിച്ചാലും സോപ്പിട്ട് കള്ളത്തിനൊന്നും പറയാം. പക്ഷെ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യും. ഞങ്ങൾ ചെയ്യും. ഈ ചെങ്ങന്നൂരിലെ എല്ലാ ആരാധനാലയങ്ങൾക്കും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലേ? ഇന്ന് ആരാധനാലയങ്ങളുടെ മുന്നിലേക്കുള്ള റോഡുകൾ നിങ്ങൾ നോക്കൂ. BMNBC അന്താരാഷ്ട്ര നിലവാരത്തിലല്ലേ? അങ്ങോട്ട് പോയാൽ മതി. ദൈവം ഇറങ്ങി വന്ന് സ്വീകരിച്ചുകൊണ്ടു. അതുപോലെ പറ്റി റോഡിൽ അടിച്ചിട്ട് കൊടുത്ത് ഓരോന്നോക്കെ ചെറുനാടമ്പലത്തോട്ട് ചെല്ല്, പുലിയൂരമ്പലത്തോട്ട് ചെല്ല്, ഷാർഖാക്കാവിലോട്ട് ചെല്ല്, തിരുവമണ്ടൂർ അമ്പലത്തോട്ട് ചെല്ല്, ഇവിടുത്തെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തോട്ട് ചെല്ല്, ഏത് ക്ഷേത്രവും ഏത് പള്ളി, ഇവിടുത്തെ വലിയ സുറിയാനി പള്ളിയിലോട്ട് ചെല്ല്, കാടുവട്ടൂർ പള്ളിയിലോട്ട് ചെല്ല്, ഏത് ആരാധനാലയമാണെങ്കിലും ആ ആരാധനാലയത്തിന്റെ മുന്നിൽ കൂടെ പോകുന്ന സഞ്ചാരയോഗ്യമായ റോഡല്ല, അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡല്ലേ നിർമ്മിച്ചു കൊടുത്തത്? അതല്ലേ ഞങ്ങൾ 5-6 വർഷം കൊണ്ട് ചെയ്തത്? ഞങ്ങൾ ഏത് വികസനത്തെക്കൊന്നും ഞങ്ങൾ ഒരുപാട് പറയുന്നില്ല. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചു. എത്ര വീട് കിട്ടി? തരിശുരഹിത മണ്ഡലമായി എത്ര കോടി രൂപയുടെ വികസനം കാർഷികമായി നടപ്പാക്കിയില്ലേ? ഈ ചെങ്ങന്നൂർ നിങ്ങൾ MLA-മാരായിരുന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, മരിച്ച കുഴിച്ചിടാൻ ഒരു സ്ഥലം ഉണ്ടോ? ഈ മുനിസിപ്പൽ പ്രദേശത്ത് മരിച്ചവരുടെ വീടിനകത്ത് അടുക്കളയും ബാത്റൂമും പൊളിച്ച് അതിനകത്ത് കത്തിച്ചു കളയുന്ന അവസരമുണ്ടായി. പത്രവാർത്തകൾ വന്ന് നിങ്ങളുടെ കാലത്ത് ഈ ചെങ്ങന്നൂരിലെ ജനങ്ങൾ മരിച്ചാൽ അവരെ ഒന്ന് കുടിച്ചിടാനൊരു സംവിധാനം. അതേ ഇപ്പൊ ഞാൻ പറയുന്നു, പാണ്ടനാട് സ്ഥലമെടുത്തു, ഏറ്റവും ഉന്നത നിലവാരമുള്ള ക്രിമേഷൻ സെന്റർ പണിതു, ഉദ്ഘാടനത്തിലേക്ക് പോവുകയാണ്. അവിടെ മരിക്കാൻ ആഗ്രഹിക്കുന്നതിന് അവിടെ വന്നാൽ മരിച്ചു പോകും. കാരണം അത്ര നല്ല സെന്ററാണ് പഠിക്കുന്നത്. മ്യൂസിക് പാട്ട് കേട്ട് മരിക്കുക. നിങ്ങളുടെ കാലത്ത് ഒരു ക്രിമേഷൻ സെന്റർ പണിതു. നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറയും? ഇവിടെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഈ നാട്ടിൽ 20% ഓട്ടിസംകാരുണ്ടെന്ന് പറയുന്നത്. ഇവിടെ ലില്ലി സ്കൂളുണ്ട്. ആ ലില്ലി സ്കൂളിന്റെ പ്രവർത്തനത്തിന്റെ മാതൃകയിൽ ഗവൺമെന്റ് സഹായത്തോടെ പാണ്ടനാട് 1 ഏക്കർ സ്ഥലമെടുത്ത് 1-ാം തരം ഓട്ടിസം സെന്റർ പണി പൂർത്തീകരണം കണ്ടിട്ടല്ലേ? എത്ര കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടും? ഓട്ടിസം കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പദ്ധതി രൂപകൽപ്പന ചെയ്ത് നടപ്പാക്കല്ലേ? പറഞ്ഞു നിങ്ങൾ. IHRD കോളേജിന്റെ പുതിയ കെട്ടിടം പറ്റില്ല. നീ സന്തോഷകരമായ 2 കാര്യം കൂടെ പറയാം. ഇനിയിപ്പോ ചെങ്ങന്നൂർ ചെയ്യാനുള്ള 2-3 കാര്യമുണ്ട് കേട്ടോ. അത് പറഞ്ഞേക്കാം. KSRTC ഒരു കെട്ടിടം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് മനുഷ്യന് ബാധ്യതയായിട്ട്. 14 കോടി രൂപയുടെ പുതിയ KSRTC നിർമ്മിക്കാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അനുവാദം തന്നു എന്ന സന്തോഷകരമായ കാര്യം പറയാൻ ആഗ്രഹിക്കുക. അതിനിപ്പുറത്തുള്ള സ്ഥലം
അന്താരാഷ്ട്ര ലൈബ്രറിക്കുള്ള പണം അനുവദിച്ചു, പണിയാൻ പോവാണ്. ഈ ചേരിമേൽ സ്കൂളിന്റെ ഗ്രൗണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം പണിയാൻ പോകുന്നു. കോൺഗ്രസുകാർക്ക് യോഗം നടത്താം, പൈസ കൊടുത്താൽ മതി. BJP-ക്കാർക്ക് യോഗം നടത്താം. ചെങ്ങന്നൂർ ഒരു സ്റ്റേഡിയം ഉണ്ടോ, അല്ല ഒരു ഓഡിറ്റോറിയം ഉണ്ടോ? KSRTC മാത്രമാണോ സിവിൽ സ്റ്റേഷൻ വരുന്നു? നമ്മുടെ താലൂക്ക് ഓഫീസ് ഇന്ന സ്ഥലത്ത് താലൂക്ക് ഓഫീസ് പൊളിച്ച് 21.5 കോടി രൂപയുടെ സിവിൽ സ്റ്റേഷനും ഗവൺമെന്റ് അംഗീകാരം തന്നു, പണിയാൻ പോകുന്നു. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ പോകത്തുള്ളൂ കേട്ടോ, നിങ്ങൾ വിചാരിച്ചോണം. ഇനിയൊന്നും ചെയ്യാനൊന്നും, ഇതൊക്കെ ചെയ്യാൻ എല്ലാം ചെയ്യും, ഇനിയും ബാക്കിയോട് ചെയ്യും. ഇതൊക്കെ ചെയ്തിട്ടാണ് ചീത്തോട് വിളിക്കുന്നത്. അതാ എനിക്ക് കഷ്ടം, എനിക്ക് പ്രയാസമൊന്നുമില്ല. ഇതൊന്നും ചെയ്യാത്തവരെ വന്ന് ചീത്ത വിളിക്കും. എന്തിന്? അവിടെ ഇവിടെ കിടക്കുന്നവരെ മതി, ഇവിടെ ആവുന്ന എന്താ നമുക്കല്ലോ അറിയാം. ഭാര്യകൾക്കറിയാവോ ഈ വാര്യത്തെ പണി എന്താ നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്? എന്താ വാര്യരെ താൻ മനസ്സിലായിക്കോണം. തന്നെ പോലെ 1000 ഭാര്യന്മാർ വിചാരിച്ചാൽ ഇടതുപക്ഷ മുന്നണിക്ക് ഇനി ഒരു വോട്ടും കുറയില്ല, ഭൂരിപക്ഷമായിരിക്കും ചെങ്ങന്നൂർ ജനങ്ങൾ വാരിത്തരുന്നത്, ഓർത്തോണം. അങ്ങനൊന്നും പ്രസംഗിച്ചൊന്നും ഞങ്ങളെ ആക്ഷേപിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ചെയ്തു പോയി. എന്തെങ്കിലും കുറ്റം ചെയ്തോ പറ, എന്തെങ്കിലും പേര് ദോഷം കേൾപ്പിച്ചോ പറ. പിന്നെ ഞാൻ പ്രസംഗിക്കുമ്പോൾ പലതും പറയില്ല. അത് ചിലപ്പോൾ ആൾക്കൊക്കെ പരാതി കൊണ്ടു കൊടുക്കാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ നേരിട്ടാ പോയി. ഞാൻ പറഞ്ഞ എന്റെ പാർട്ടിക്ക് വേണ്ടിയില്ലേ പറയുന്നത്. എന്റെ പാർട്ടി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാൻ പാർട്ടി എടുത്തോട്ടൊന്നും പറയും. എന്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യാം, അങ്ങ് ഏറ്റവും വരെ പറയും. അതെന്റെ രാഷ്ട്രീയമാണ്. എന്റെ രാഷ്ട്രീയം പറയാനല്ലേ ഞാൻ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. അപ്പൊ വികസന പ്രവർത്തനം ഓരോന്നും വേണ്ട. ആദ്യമായി ഒരു ഫാക്ടറി എങ്ങനെ വരുന്നു? നിങ്ങളുടെ കാലത്ത് വന്നോ? 10 ജോലി കൊടുത്തോ? മുളക്കര 5 ഏക്കർ സ്ഥലമെടുത്ത് കുട്ടനാട് റൈസ് പാർക്ക് പോയി കാണും, പണിതുകൊണ്ടിരിക്കുക. 500ഓളം ആൾക്ക് പ്രത്യക്ഷത്തിൽ ജോലി കിട്ടുന്ന ചെങ്ങന്നൂരിലെ ആദ്യത്തെ സർക്കാർ വ്യവസായം ഈ ഗവൺമെന്റ് കാലത്ത് വരുന്നു. അതാണ് വികസനം, അതാണ് വികസനം. താഴം ഭാഗത്ത് എത്ര യൂണിറ്റ് വന്നു? അവിടെ ഫിഷറീസിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്ന കെട്ടിടം തീരാറായി വരാൻ പോകുന്നു. വ്യവസായ രംഗത്ത് കാൽവെച്ചില്ലേ? കായിക രംഗത്ത് ഇടപെട്ടില്ലേ? വിദ്യാഭ്യാസ രംഗത്ത് ഇടപെട്ടില്ലേ? ചെങ്ങന്നൂരിലെ മുഴുവൻ PHSകൾ കെട്ടിടം പണിതു. ഇനി ഏതെങ്കിലും PHSക്ക് പണിയാനുണ്ടോ? എല്ലാ PHSക്കും പണിതു. ചെങ്ങന്നൂർ ഇല്ലാതെ മുഴുവൻ വില്ലേജ് ഓഫീസുകളും പുതിയ കെട്ടിടത്തിലെ 1-2 ഉള്ളൂ. പുതിയൊരു അതിപ്പോ പണിയാൻ കാശ് വെച്ചു. എല്ലാ വില്ലേജ് ഓഫീസുകളും പണിതില്ലേ? ഇനി എന്താ പണിയാനുള്ളത്? എന്താ ചെയ്യാനുള്ളത്? ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെറും വാക്കല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി രാമേന്ദ്ര സാറിന്റെ കാലത്തും അതിനുശേഷം ഞാൻ മത്സരിക്കുമ്പോഴും ഈ ചെങ്ങന്നൂരിലെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിച്ചത് മാത്രമല്ല, അതിന്റെ എത്രയോ ഇരട്ടി വികസനം ചെങ്ങന്നൂരിൽ ഈ കാലയളവിൽ ഞങ്ങൾ കൊണ്ടുവന്നു. ആയുർവേദ ആശുപത്രി എന്തായിരുന്നു കോൺഗ്രസുകാരുടെ ഭരിച്ചപ്പോ? മൂക്കമ്പാമ്പ് ദേഹത്ത് വീണു. പത്രവാർത്ത. മൂക്കമ്പാമ്പെ വീണല്ലോ, ഭാഗ്യത്തിന് കഴിച്ചില്ല. കാരണം കടന്നവന്റെ നെഞ്ചത്ത് നെറ്റുണ്ടായിരുന്നു, അതേ കെട്ടത് ആരംഭിച്ചു. ഇവിടെ ഒരു വാടക കെട്ടിടത്തിലായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ ജയിപ്പിയില് രാമേന്ദ്രൻ സാർ ജയിച്ചു. അന്ന് തന്നെ ഭൂമി എടുത്തു ITയുടെ മേളിൽ. അത് കഴിഞ്ഞ് അദ്ദേഹം പോയി, ഞാൻ വന്നു. കുറച്ച് സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ പണി തുടങ്ങി. ഏതാണ്ട് ഒരു 60-70% ആയുർവേദ ആശുപത്രി പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. മൂക്കമ്പാമ്പ് വീഴാത്ത, കടിക്കാത്ത, കുത്താത്ത 1-ാം തരം ആയുർവേദ ആശുപത്രി ചെങ്ങന്നൂരിൽ ഈ കാലയളവിൽ വരുമ്പോൾ കോൺഗ്രസുകാരനും BJP-ക്കാരനും തീരുമാനം പറ്റി ഒരു കേന്ദ്രം കൂടി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് കൊടുക്കാൻ തീരുമാനിച്ചു. അത് നടക്കാൻ പോവാ. നല്ലപോലെ തീരുമാനം. ഈ കോൺഗ്രസുകാരുടെ പോലെ നേതാക്കന്മാരെല്ലാം തീരുമാനം. ഈ വിളിച്ചോണ്ട് വരുന്നവരെ കൊണ്ട് അവിടെ തിരുമീര് വെറുതെ ഞങ്ങളെ കൊണ്ടേ കയറാതെ ഒരു മാനസിക സന്തോഷം ഉണ്ടാകട്ടെ, ഉല്ലാസം, ഒരാഹ്ലാദം ഉണ്ടാകട്ടെ. എന്ത് വികസനം നടത്തേണ്ടത്? ഏറ്റവും അവസാനം ചെങ്ങന്നൂർ ക്ഷേത്രത്തിന്റെ കുളിക്കടവ് അവിടേക്ക് പോകുന്ന റോഡികൾ അതും ചെയ്തു കൊടുത്തു. അവിടെ എഴുന്നള്ളിപ്പ് വരുമ്പോൾ അവിടെ ഈ മോശം റോഡിൽ കൂടെ പോകണ്ട, നല്ല ഭംഗിയുള്ള റോഡിൽ കൂടെ പോയിട്ട് എഴുന്നള്ളിപ്പ് നടത്തുക. അവിടെ ഭംഗിയുള്ള റോഡിൽ കൂടെ കൊടുക്കുക. ഇവിടുത്തെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളുടെ പള്ളികളുടെ ആരാധനാലയങ്ങളുടെ ഉടമസ്ഥാവകാശം കൊണ്ടുവന്ന BJP കോൺഗ്രസുകാരനും ഇത്രയും കാലം ജയിച്ചിട്ട് ഈ ആരാധനാലയങ്ങൾ നോക്കിയില്ലല്ലോ. ഞങ്ങളൊക്കെ പാവങ്ങൾ ജയിച്ചു വന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ദൈവങ്ങൾക്ക് സന്തോഷം, നാട്ടിലെ വിശ്വാസികൾക്ക് സന്തോഷം, നാട്ടുകാർക്ക് സന്തോഷം, എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നടക്കുന്ന കാര്യങ്ങൾ പിണറായി വിജയൻ ഗവൺമെന്റിനെ മോശപ്പെടുത്താനല്ലേ ശ്രമിക്കുന്നത്. പിണറായി വിജയൻ എന്ത് രാഷ്ട്രീയം പറയുന്നു? ഇതിനൊന്നും മൈൻഡ് ചെയ്യാറില്ല. അതിനെ ഓരോ ആളുകളെ മോശപ്പെടുത്തല്ലേ, CPM-നെ ദുർബലപ്പെടുത്താനല്ലേ ശ്രമിക്കുന്നത്. ഞാൻ അവസാനം ഈ ഒരു കാര്യം കൂടെ പറയാൻ സാധിക്കും. നമ്മുടെ പാർട്ടി ഇന്ന് വലിയ വെല്ലുവിളി നേരിടുന്ന കാര്യമാണ്. എന്താണ് ആ വലിയ വെല്ലുവിളിയുടെ കാരണം? ഒരു വിഭാഗത്ത് ഇടതുപക്ഷ സംഘടന, ഇടതുപക്ഷ വിരുദ്ധന്മാർ, ഒരു ഭാഗത്ത് മാധ്യമങ്ങൾ. ഇടതുപക്ഷത്തെ ഏത് വിധത്തിലും തകർക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ഇടതുപക്ഷ
ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷത്ത് ഇറക്കാൻ തൃണമൂൽ കോൺഗ്രസും മാവോയിസ്റ്റുകളും BJPയും എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ നടന്നു. ഇന്ന് കേരളത്തിൽ BJPയും കോൺഗ്രസും ലീഗും എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ നടന്നിരിക്കുന്നു. ആ ഇടതുപക്ഷത്തെ എതിർക്കാൻ ഇടതുപക്ഷ തീവ്രവാദ സംഘടനകൾ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. വലതുപക്ഷ തീവ്ര സംഘടനകളായ SDPI, ജമാഅത്ത് ഇസ്ലാമി ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കേരളത്തിലെ CPMനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രചണ്ഡമായ പ്രചരണം, നുണപ്രചരണം കേരളം നടക്കുക. മുസ്ലിം ഏകീകരണമാണ് ലീഗ് ഉദ്ദേശിക്കുന്നത്, ഹിന്ദു ഏകീകരണമാണ് RSS ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ഏകീകരണവും ഹിന്ദു ഏകീകരണവും ഈ കേരളം തന്നാൽ കേരളത്തിന്റെ മനസ്സൗഹാർദ്ദം, മനസ്സമാധാനം നഷ്ടപ്പെടത്തില്ലേ? ഇവിടെ പരസ്പരം ഏറ്റുമുട്ടത്തില്ലേ? ഇന്ന് കേരളത്തിൽ ഇന്ത്യക്ക് മാതൃകയായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും വിശ്വാസികളാണ് എങ്കിലും ഒരമ്മ പറ്റ മക്കളെ പോലെ ഇന്ത്യക്ക് മാതൃകയായി ഈ കേരളത്തിൽ ജീവിക്കുന്നെങ്കിൽ അതിന്റെ കാരണം ഈ ചുവന്ന കൊടിയാണെന്ന കാര്യം നാം വിസ്മരിച്ചു പോകരുത്. ഈ ചുവന്ന കൊടിയാണ്, ഇത് താഴരുത്. ഇത് താന്നാൽ ഈ രാജ്യത്തെ നമ്മളെ വിശ്വസിക്കുന്ന ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യനായിരിക്കും അതിന്റെ ഏറ്റവും വലിയ ദുരിതം ഉണ്ടാകാൻ പോകുന്നത്. ഈ പാർട്ടി ക്ഷീണം സംഭവിച്ചാൽ ഏറ്റവും വലിയ ദുരിതമുണ്ടാകാൻ പോകുന്നത് മതേതര വിശ്വാസികളായ ജനങ്ങൾക്കാണ്, ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾക്കാണ്, പാവപ്പെട്ടവനാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവനാണ്, ഈ നാട്ടിലെ സ്ത്രീകൾക്കാണ്. അബലകളായ സ്ത്രീകൾ, ഈ നാട്ടിലെ തൊഴിലാളികൾ, കൃഷിക്കാർ, പട്ടികജാതി പട്ടികവർഗക്കാർ, മത്സ്യത്തൊഴിലാളികൾ, ഇവർക്കൊക്കെ ഈ കേരളത്തിൽ ഈ കൊടി താന്നാൽ അവർക്ക് ദുരന്തമായിരിക്കും ഉണ്ടാകുന്നത്. ഇന്ന് പ്രസ്ഥാനത്ത് തള്ളി പറഞ്ഞുകൊണ്ട് പലരും പ്രസ്ഥാനത്തിനെതിരായി നീങ്ങും. ഒരു കാലചക്രം കറങ്ങുമ്പോൾ ആശയം ഇല്ലാത്തവരും ആശയ ദാരിദ്ര്യമുള്ളവരും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നവരും ഒക്കെ സ്ഥാനം കിട്ടാതെ വരുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് പാർട്ടിയെ തള്ളിപ്പറയും. പക്ഷെ തള്ളിപ്പറയാത്ത കുറെ ആളുകൾ ഈ നാട്ടിലുണ്ട്. ഈ പ്രസ്ഥാനമുണ്ടായ കാലം മുതൽ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവത്യാഗം സഹിച്ച് തന്റെ സർവസ്വവും സമർപ്പിച്ച ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ആയിരക്കണക്കിന് മനുഷ്യസ്നേഹികളായ കമ്മ്യൂണിസ്റ്റുകാർ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM. ആ പ്രസ്ഥാനം ഇങ്ങനെ ഏതെങ്കിലും 2-3 പാർട്ടി വിരുദ്ധന്മാർ ഒറ്റുകാർ ചോർന്നു പോയാൽ ആ പ്രസ്ഥാനം തകരില്ല. ആ ചോർന്നു പോകുന്ന 4 പേരാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് 4000 മനുഷ്യസ്നേഹികൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുമെന്ന കാര്യം ഓർത്തോണം. അതുകൊണ്ട് ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടത് പ്രധാനപ്പെട്ട കടമയാണ്. ഈ പാർട്ടി സമ്മേളനം ചർച്ച ചെയ്ത ഒരു പ്രധാന കാര്യമെന്നാണ് വർത്തമാനകാലത്ത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ നഗരസഭ തിരിച്ചു പിടിക്കണം. ചെങ്ങന്നൂർ ടൗണിലെ സഹാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ കഴിഞ്ഞ 4 വർഷക്കാലം ഭരണമുണ്ടോ ഇവിടെ ഒരു നഗരസഭയാണോ നരകസഭയാണോ ഇവിടെ ഭരിക്കുന്നത്? ഒരു രൂപയുടെ വികസനമുണ്ടോ? പറ. ഈ ചെങ്ങന്നൂരിലെ ജനങ്ങൾ 17 സീറ്റ് ജയിപ്പിച്ചല്ലോ. 10 രൂപയുടെ വികസനം ഈ നഗരസഭയിലുണ്ടായോ? ഇതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിരുന്നത്. കാരണം വെറുതെ എന്തിനാ, പക്ഷെ പറയിപ്പിച്ചേ പറ്റൂ. ഇനി ഞാൻ എന്നെ പറയാം. ഇന്നിപ്പോ ആവത്ത സമയമില്ല. ഒരു 3.5 പേജ് എഴുതി വെച്ചിട്ടുണ്ട്. നരകസഭയുടെ നരകയാതന സഹിക്കുന്ന ജനങ്ങളുടെ ജീവിത ദുരിതം. അത് ഞാൻ വിശദീകരിക്കാൻ പിന്നീട് ഇല്ല. അടുത്ത യോഗം വേണം. അടുത്ത യോഗത്തിന് പോയിന്റ് വേണം. ഏതെങ്കിലും വാർഡിൽ നമ്മൾ ചെയ്തല്ലാതെ, സർക്കാർ ചെയ്തല്ല, MLA ചെയ്യാതെ, ഗവൺമെന്റ് ചെയ്താലും ഒരു വികസനം പറ. ഈ നഗരം മുഴുവൻ തകർത്തു. നമുക്ക് സീറ്റ് കുറവാണ്. ഞാൻ ഇവിടുത്തെ നഗരവാസികളോട് പറഞ്ഞു, ഒരവസരം രാമേന്ദ്രൻ നായർ മത്സരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരവസരം നിങ്ങൾ തരൂ, കാണിച്ചു തരാം. നിങ്ങൾ തന്നല്ലോ. നിങ്ങൾ വാനോളം ഇടതുപക്ഷത്തെ സ്നേഹിച്ചു വരുത്തിയല്ലോ. നല്ല ഭൂരിപക്ഷം തന്നല്ലോ. കഴിഞ്ഞ 6-7 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ പറയുന്നു, പറഞ്ഞത് മുഴുവൻ ചെയ്തല്ലോ. നിങ്ങൾ ഒരവസരം ചെങ്ങന്നൂരിലെ നഗരത്തിലെ ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഒരവസരം തന്നാൽ കേരളത്തിലെ നമ്പർ 1 നഗരസഭയായിരിക്കും ചെങ്ങന്നൂർ. നമ്പർ 1 മണ്ഡലം ചെങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്പർ 1 മണ്ഡലം. ഞാൻ പറയുന്നു, നമ്പർ 1 നഗരസഭ അടുത്ത തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചാൽ ഞങ്ങൾ സമ്മാനിക്കും.